ഇന്നലെ രാത്രിയിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന വേളയില് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്ന ആക്ഷേപം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ചർച്ച. അതുപോലെ അതിന് തൊട്ടു തലേന്ന് ലീഗിന്റെ നേതാക്കൾ സംബന്ധിച്ചൊരു യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായിട്ട് ശക്തമായ വിമർശനം ഉയർന്നു എന്ന വാർത്തയും പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഈ ടെലിവിഷൻ ചർച്ച. ഈ രണ്ട് വിഷയങ്ങൾ നമ്മളും കൈകാര്യം ചെയ്തതാണ്. അതേപ്പറ്റി ഒന്നോ രണ്ടോ വീഡിയോകൾ ചെയ്തതുമാണ്. അത് മാത്രമല്ല, UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ച് ചില ചാനൽ ചർച്ചകളിൽ ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തതാണ്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഈ മേൽപ്പറഞ്ഞ ടെലിവിഷൻ ചാനലിലെ ചർച്ച നടന്നത്. അപ്പോൾ അവതാരകന്റെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ ഉയർന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് ആര്യാടൻ ഷൗക്കത്തിനെ വിശേഷിപ്പിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പിന്നിലെ ഒരു പ്രധാന പ്രചോദനം. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് സംസാരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ ലീഗിന്റെയും സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു. ഒപ്പം മക്കത്തായിരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടയ്ക്കിടെ ടെലിഫോൺ ചെയ്യുകയും നിലമ്പൂരിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വം അന്വേഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചില ലീഗ് നേതാക്കള് മാധ്യമപ്രവർത്തകരോടും മറ്റും പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ഉപരി UDFന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ പര്യടന പരിപാടി പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിനെയൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവതാരകൻ ചോദിക്കുന്നു, എന്താണ് പെട്ടെന്ന് ഈ മാറ്റങ്ങൾക്ക് കാരണമായത്? ലീഗിനെ കുറിച്ചുള്ള അവിശ്വാസം കൊണ്ടാണോ എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ എന്റെ നിലപാട് വിശദീകരിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമയക്കുറവിന്റെ കാരണം പറഞ്ഞ് അവതാരകൻ ഇടപെടുകയും എന്നെ തടയുകയും ചെയ്തു. ഇത്തരം ചർച്ചകളുടെ ചരട് സ്വാഭാവികമായിട്ടും അവതാരകരുടെ കൈവശമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ അത്തരത്തിലൊരു ചോദ്യം, സംശയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തുമ്പോൾ അത് ലീഗിന്റെ ഉത്തരവാദിത്വമല്ലേ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ദൂരീകരിക്കേണ്ടത്, അല്ലേ? അവരുടെ നേതൃയോഗത്തിൽ സതീശനെതിരായിട്ട് ശക്തമായ വിമർശനമുണ്ടായി. സതീശന്റെ പിടിവാശിയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണം എന്നൊക്കെ ചില നേതാക്കൾ പറഞ്ഞു എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ പുറത്തേക്ക് വന്നത്. അത് ശരിയല്ല എന്ന് പൊതുജനങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ലീഗ് ഒറ്റക്കെട്ടായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട്, അല്ലെ അണിനിരന്നിരിക്കുകയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ? ലീഗ് നേരും നെറിയുമുള്ള ഒരു പാർട്ടിയാണ്. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയും. ഫിറോസ് ഇത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. അബ്ബാസ് അലി ശിഹാബ് തങ്ങള് തലേ ദിവസം വരാതിരുന്നതിന്റെ കേട് തീർത്ത് പിറ്റേന്ന് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം പ്രചാരണത്തിന് ഇറങ്ങും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട്ട് തങ്ങൾമാര് പൊതുപരിപാടികൾക്ക് പോകാറില്ല. അതൊരു കീഴ്വഴക്കമാണ്. പോകരുതെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അതുപോലും മാറ്റിവെച്ചിട്ടാണ് ചൊവ്വാഴ്ച അബ്ബാസ് അലി ശിഹാബ് തങ്ങള് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത്. അത് ലീഗിന്റെ ഉത്തരവാദിത്വമല്ലേ? അവരുടെ ബാധ്യതയല്ലേ? ലീഗ് എന്ന് പറയുന്നത് UDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അത് മാത്രമല്ല, നിലമ്പൂരില് കോൺഗ്രസിനൊപ്പം ശക്തിയുള്ള സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അവര് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് ഒട്ടും മാറി നിൽക്കുന്നില്ല എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടത്, കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരത് ചെയ്തു. അതിനെന്താണ് ഇത്ര ചോദിക്കാനുള്ളത്? ഷൗക്കത്തിന്റെ കൺവെൻഷന് തൊട്ട് തലേന്നായിരുന്നല്ലോ സ്വരാജിന്റെ കൺവെൻഷൻ. അവിടെ CPMന്റെ വളരെ മുതിർന്ന നേതാവായ TK ഹംസ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. TK ഹംസ, ഹംസക്ക് എന്നാണ് വിളിക്കുന്നത്. നിയമസഭയിലായിരുന്നപ്പോ ഞാൻ അവിടെ ലേഖകനാണ്. അദ്ദേഹവുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു, വലിയ ബഹുമാനമായിരുന്നു. ഹംസക്ക് എന്താ പറഞ്ഞത്? സ്വരാജിന്റെ മകനാണെന്നാണ്, എന്റെ മോൻ. 1982 ആര്യാടൻ മുഹമ്മദിനെതിരെ ഞാൻ മത്സരിച്ചു.
ഇപ്പോഴിതാ ആര്യാടൻ മുഹമ്മദിന്റെ മകനെതിരെ എന്റെ മോൻ മത്സരിക്കുന്നു സ്വരാജ്. അങ്ങനെ പറയുന്നതിന് എന്താ കുഴപ്പം? എന്തെങ്കിലും തെറ്റുണ്ടോ? അതാരും ചൂണ്ടിക്കാട്ടുന്നില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് ഷൗക്കത്തിനെ പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിറോസ് ഇത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് വിശേഷിപ്പിച്ചാൽ അപ്പൊ കുഴപ്പമാ, അപ്പൊ കുരു പൊട്ടും. ഹംസക്ക സ്വരാജിന് മോൻ, എന്റെ സ്വന്തം മോൻ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ഹംസക്ക മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. 1982 അദ്ദേഹം ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച ഒരു കഥ. ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായിട്ടാണ് അന്ന് ഹംസക്ക മത്സരിച്ചത്. അന്ന് ആര്യാടനെ തോൽപ്പിച്ചു, ചെറിയ വ്യത്യാസമായിരുന്നു. അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഒരു വഞ്ചനയ്ക്കുള്ള മറുപടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പെന്ന. എന്തായിരുന്നു ആ വഞ്ചന? 1980 ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടുന്ന കോൺഗ്രസ് യു, ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിഭാഗം CPM-നൊപ്പം LDF-നൊപ്പമായിരുന്നു. പിന്നീട് കോൺഗ്രസ് യു പല കാരണങ്ങളാൽ അന്നത്തെ മാർക്സിസ്റ്റ് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ TK ഹംസയാണ് ആര്യാടനെ തോൽപ്പിക്കുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദ് അടങ്ങുന്ന കോൺഗ്രസ് യു ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിനെ കുറിച്ചാണ് ഒരു വഞ്ചനയുടെ കഥ എന്ന് നമ്മുടെ TK ഹംസ വിശേഷിപ്പിച്ചത്. അതിനു മുമ്പൊരു കഥയുണ്ട്. 1980 അന്ന് കോൺഗ്രസ് യുവിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചത് C ഹരിദാസ. പക്ഷെ പിന്നീട് ആര്യാടൻ മുഹമ്മദ് നയനാർ മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹരിദാസ മണ്ഡലം ഒഴിഞ്ഞുകൊടുത്തു. അങ്ങനെ കോൺഗ്രസ് യു LDF വിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആര്യാടൻ മുഹമ്മദിനെതിരെ TK ഹംസ മത്സരിച്ചതും ജയിച്ചതും. ശരിയാണത്. അതിനെയാണ് ഒരു വഞ്ചനയുടെ പേരിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഹംസക്ക വിശേഷിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി. ഈ 1980 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു CPM-നൊപ്പമായിരിക്കുമ്പോൾ C ഹരിദാസിനെതിരെ മത്സരിച്ചത് ആരായിരുന്നു? നമ്മുടെ ഹംസക്കയായിരുന്നു. ഹംസക്ക അന്ന് കോൺഗ്രസ് ആയിരുന്നു. 2 കൊല്ലത്തിനകം കോൺഗ്രസിൽ നിന്ന് മാറി വന്ന് കളം മാറ്റി ചവിട്ടി വന്ന് CPM-നോട് ചേർന്നതിന് ശേഷം അവരുടെ സ്വതന്ത്രനായിട്ടാണ് 1982 അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും. ഇതാണ് മാധ്യമങ്ങൾ നടത്തുന്ന ചില കളികൾ. TK ഹംസയ്ക്ക് CPM-ന്റെ സ്ഥാനാർത്ഥി സ്വരാജിനെ മോൻ എന്ന് വിശേഷിപ്പിക്കാം, ഒരു തെറ്റുമില്ല അങ്ങനെ പറയുന്നതിൽ. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയോ ഫിറോസോ ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് പറയാൻ പാടില്ല. ഓരോരോ വിശേഷപ്പെട്ട ആചാരം.